ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നുള്ള ചില പഠനങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച് ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. സഭയിലുണ്ടാകുന്ന ഛിദ്രങ്ങളെക്കുറിച്ച് വായിച്ചു. യേശുക്രിസ്തു എന്ന ആം, ആ ഏക രക്ഷിതാവിൻ്റെ ആ ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളെല്ലാം കൂടെ ആ ക്രൂശിൽ കൺവേർജ് ആകുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. നമ്മൾ എന്ത് സംസാരിച്ചാലും ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് എത്തുന്ന ഒരു ഒരു രീതിയിലാണ് വേദപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പൗലോസ് പറയാണ്, ജ്ഞാനികൾ, ഈ ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളോ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഈ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൊരിന്ത് സഭയിലുണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ആ, ആളുകൾ ഓരോരുത്തരുടെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഓരോ ഗ്രൂപ്പായിട്ട് തിരിയുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. സഭയുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി എ പെയിൻഫുൾ തിങ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളാൽ ഇംപ്രസ്ഡ് ആയി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ആളുകളാലല്ല, അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ കാണേണ്ടത്. ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ അതിനകത്തൊരു ഒരു പ്രധാന ഫാക്ടറല്ല. അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ് ശരിക്കും ഈ വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഇപ്പൊ പലപ്പോഴും ഇയാളുടെ പ്രസംഗം അയാളുടെ പ്രസംഗം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ മനുഷ്യരുടെ പിന്നാലെ പോകുന്നതിന് പകരം, എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, വേദപുസ്തകത്തെ അനുഗമിക്കുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് വേണ്ട ആ പ്രധാനപ്പെട്ട നിർബന്ധം. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ചെയ്സ് എന്ന് പറയുന്ന ഒരാളുടെ ആശയങ്ങളോ ഫിലോസഫിയോ അല്ല സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. വചനമാണ് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വചനം മിക്കവാറും ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം ഇങ്ങനെ തുടർച്ചയായി വായിക്കുക ഞാൻ ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഓൾസോ ഷുഡ് റീഡ്. വചനത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വചനത്തിലേക്കാണ് പോകേണ്ടത്. എന്നോട് ഒരാൾ പറഞ്ഞത്, ഈ ചേസ് ബ്രദറിന്റെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമുള്ളവർ പിന്നെ ബൈബിൾ വായിക്കത്തില്ല, ഇത് മതി എന്ന് വിചാരിച്ചിരിക്കുവാണ് ഒത്തിരി പേര്. തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര മണ്ടത്തരമാണ്. കാരണം ദൈവത്തിന്റെ വചനം ഭയങ്കര ഡൈനാമിക്കാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്ത് വായിക്കുമ്പോഴും നമുക്കത് പുതുതാണ്. അത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അതുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചൊരു പുസ്തകമാണ്, ബൈബിൾ അല്ല കേട്ടോ, ഷെർലക് ഹോംസിന്റെ അഡ്വഞ്ചേഴ്സ്. അത് പിള്ളേരെല്ലാം വായിക്കുന്ന ഒരു പുസ്തകമാണ് എൻ്റെ ചിന്ത. ആർതർ കോനൻ ഡോയിൽ എഴുതിയ ഒരു ഭയങ്കര ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഒരക്ഷരം പോലും എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞു. അത് ഞാൻ 2-3 പ്രാവശ്യം വായിക്കാൻ ശ്രമിച്ചു. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ വായിക്കാൻ ശ്രമിച്ചു. ഒന്നുകൂടെ വായിക്കുമ്പോൾ നല്ല രസമാണെങ്കിലും പിന്നീട് അതൊന്നും നറേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാറില്ല. കാരണം അതിനകത്തൊന്നും നമ്മുടെ ആത്മാവിനോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ദർ ഇസ് നത്തിങ് ന്യൂ ടു ലേൺ. അത് വായിച്ചു വിട്ടു. അതാണ് ഞാൻ ചെറുപ്പകാലത്തുള്ള വായനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നും അതായിരുന്നു. പക്ഷെ വേദപുസ്തകം അങ്ങനെയല്ല. വേദപുസ്തകം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയതാണ്. അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം തന്നെ. റോമാലേഖനം ഞാൻ ആദ്യം വായിക്കുന്നത് ബൈബിൾ കോളേജ് വെച്ചാണ്. അവിടെ നല്ലപോലെ വായിച്ചതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഒരുവിധം നല്ല മാർക്കോടുകൂടി 96+ മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അപ്പോൾ അതിനർത്ഥം എന്താണ്? ശരിക്കും ഇത് പഠിച്ചു തന്നെയല്ലേ. പക്ഷെ എനിക്കൊരു അക്ഷരം പോലും മനസ്സിലായില്ലായിരുന്നു. പിന്നീട് ആന്ധ്രയിൽ ചെല്ലുമ്പോൾ, ആന്ധ്രയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂടി വട്ടത്തിലിരുന്നാണ് ആദ്യമായിട്ട് റോമാലേഖനം മെഡിറ്റേറ്റീവായിട്ട് പഠിക്കുന്നത്. പിന്നെ എളംകുളത്ത് സഭ തുടങ്ങിയപ്പോൾ അവിടെ എല്ലാവരുടെ വട്ടത്തിലിരുന്ന് ബൈബിൾ സ്റ്റഡി നടത്തി റോമാലേഖനം പിന്നെയും കടന്നുപോയി, റോമാലേഖനത്തിലൂടെ. അത് കഴിഞ്ഞ് ദുബായ് ബദേൽ IPC ചർച്ചിൽ 18 ദിവസം 2 മണിക്കൂറോളം വെച്ച് വാക്യം പ്രതിവാക്യം മെഡിറ്റേഷനിലൂടെ കടന്നുപോയി. പിന്നെ നമ്മുടെ ചർച്ചിൽ, പിന്നെ ഹാർവസ്റ്റ് TVയിൽ, പിന്നെ എന്താ നേർവീതിയിൽ എഴുതി. നേർവീതിയിൽ എഴുതി പൂർത്തിയാക്കി റോമാലേഖന വ്യാഖ്യാനം. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. DTP എല്ലാം കഴിഞ്ഞ് പുസ്തകമായിട്ട് എൻ്റെ കയ്യിരിപ്പുണ്ട്. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്നുകൂടെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനിയും എന്തെല്ലാം ഇതിനകത്ത് കിടക്കുന്നു, ഒന്നും എത്തിയിട്ടില്ല. ഇതാ അല കടൽ പോലെ അഗാധമായ കാര്യമാണ്. 3-ാം അധ്യായം 4-ാം അധ്യായം ഇനി അതിനകത്ത് കുറേ എഴുതി ചേർക്കാനുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ വചനത്തിൻ്റെ ഡൈനാമിക് നേച്ചർ, അതായത് ഓരോ പശ്ചാത്തലത്തിലും സംസാരിക്കാനുള്ള വചനത്തിൻ്റെ കഴിവ്,
ഓരോ പശ്ചാത്തലത്തിലും നമ്മളെ തൃപ്തിപ്പെടുത്താനും നമ്മുടെ നമ്മുടെ പരിജ്ഞാനത്തെ വർദ്ധിപ്പിക്കാനുമുള്ള വചനത്തിൻ്റെ കഴിവ് ഇൻഫിനിറ്റ് ആണ്. ഇത് എവിടെയെങ്കിലും വെച്ച് നിർത്തിയേ പറ്റൂ പുസ്തകമായിട്ട് വെളിയിൽ വരണമെങ്കിൽ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. സംവെയർ ഐ ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് ഗീവ് ഇറ്റ് ഫോർ പബ്ലിക്കേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇത്രയും വലിയ വചനത്തെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ പിന്നാലെ പോകരുത് എന്ന് തന്നെയാണ്. ഞങ്ങളൊക്കെ ഈ അടിസ്ഥാനം മാത്രം ഇടാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പരിജ്ഞാനത്തിലേക്ക് നടത്താനുള്ള ഒരു കഴിവും എനിക്കില്ല. പരിജ്ഞാനത്തിൻ്റെ ഉപദേശം അത് ദൈവത്തിൽ നിന്ന് തന്നെ, ആത്മാവിൽ നിന്ന് തന്നെ പ്രാപിക്കേണ്ടതാണ്. നമ്മൾ വചനത്തെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല, ഒരാളെ കൊണ്ട് സാധിക്കില്ല. അത് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലെ വേറൊന്നിടാൻ ആരെ കൊണ്ടും കഴിയുകയില്ല. ഈ അപ്പോസ്റ്റോലിക് ഫൗണ്ടേഷന് മുകളിൽ വേറൊന്നും പണിയാൻ ആരെ അനുവദിക്കുകയും പാടില്ല, ആരും ചെയ്യാനും പാടില്ല. ബിക്കോസ് only the apostolic doctrines, we are following the apostles, not following a human being. അപ്പോൾ ആ റോമാലേഖനം വായിക്കുന്നതിന് പകരം പ്രസംഗം കേട്ടാൽ പോരാ, പ്രസംഗം കേൾക്കണം, റോമാലേഖനം വായിക്കണം. കുത്തിയിരുന്ന് വായിക്കുന്നത് വായിച്ചിരിക്കണം. കേൾക്കുമ്പോൾ ഈ ഓഡിയോ ബൈബിൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, നിങ്ങൾക്കറിയാലോ ഓഡിയോ ബൈബിൾ. ഞാൻ ചിലപ്പോൾ ഒക്കെ കാറിൽ ഇത് ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രയോജനം ഇല്ലെന്നല്ല, ഇത് കാര്യമായ പ്രയോജനമൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കാരണം ഇതങ്ങ് കഴിഞ്ഞു പോകും പെട്ടെന്ന്. നമുക്കൊന്നും സ്റ്റോപ്പ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ വാക്യത്തിലൊന്ന് ലിങ്കർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടുത്തായി അങ്ങ് പോയി. നമ്മുടെ കൺട്രോളിൽ വായിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആ പുസ്തകം ഇരിക്കണം, അത് കയ്യിലിരുന്ന് പഴകണം. ഈ വായനയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും, നിങ്ങൾ ഈ പാസ്റ്റർമാരൊക്കെ അല്ലേ, അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട് നിയോഗിക്കപ്പെട്ടവർ പറയുന്ന പോലെ ഇത് ഗ്രഹിക്കാൻ ഞങ്ങൾ തന്നെ വായിച്ചിട്ട് പറ്റുന്നില്ല എന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾ കേട്ടോ. പക്ഷെ കേട്ട ശേഷം അതങ്ങ് മാറ്റി വെക്കണം. പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കരുത്. ഒന്ന് കേട്ടിട്ടങ്ങ് മാറ്റി വെച്ചേക്ക്, എന്നിട്ട് ബൈബിളിലേക്ക് തിരിച്ചു വരണം. യു നീഡ് ടു റീഡ് ദ ബൈബിൾ. അങ്ങനെ വരുമ്പം ആര് തമ്മിലൊരു വഴക്കമുണ്ടാവില്ല. കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ചേസ് ബ്രദർ അങ്ങനെ പറഞ്ഞു, ഇന്നാരിങ്ങനെ പറഞ്ഞു, അതിലേതാ ശരി എന്നുള്ള തർക്കത്തിലോട്ട് വന്ന് ആകെ കോലാഹലമാകുന്നു. ബിക്കോസ് വി ആർ നോട്ട് ഫോളോയിങ് ദ സ്ക്രിപ്റ്റേഴ്സ്, വി ആർ ഫോളോയിങ് ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ പൗലോസോ അപ്പല്ലോസോ അല്ല നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്, ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന ഒരൊറ്റ അടിസ്ഥാനം മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം. ഒരു മിനിറ്റ്, 1 കൊരിന്ത്യർ ലേഖനം ഞാൻ എടുത്തോട്ടെ. ഓക്കെ, അതിൻ്റെ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, കുലഹീനമായതിനെ ലജ്ജിപ്പിക്കുക. അതായത് മനുഷ്യനിൽ ഒരു പ്രശംസ ഉണ്ടാകാതിരിക്കാൻ രക്ഷയെ സംബന്ധിച്ചോ ജ്ഞാനത്തെ സംബന്ധിച്ചോ, ശ്രദ്ധിച്ച് നോക്കിയാൽ, ജ്ഞാനത്തെ സംബന്ധിച്ച് ഒരു പുകഴ്ച ഉണ്ടാകാൻ പാടില്ല. നോ ഹ്യൂമൻ ബീങ് ക്യാൻ ഈവൻ ടേക്ക് ക്രെഡിറ്റ് ഫോർ വിസ്ഡം. അതും ക്രിസ്തു തന്നെയാണ്. അയാൾക്ക് ഭയങ്കര പരിജ്ഞാനം കേട്ടോ എന്ന് പറയരുത്. അയാൾക്കല്ല, ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്. നിങ്ങൾ അതിൽ നിന്ന് പ്രാപിച്ചില്ലെന്നേ ഉള്ളൂ. ഇറ്റ്സ് കോമൺലി അവൈലബിൾ ഫോർ എവരി ഡിസൈപ്പിൾ. നമ്മൾ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം. ദാറ്റ്സ് ദ മോസ്റ്റ് പ്രഷ്യസ് പ്രൈസ്. നമുക്കുള്ളതെല്ലാം അതിൻ്റെ മുമ്പിൽ ചവറ് പോലെയാണ്. അപ്പോൾ പരിജ്ഞാനം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്സസിബിൾ ടു ഓൾ ബിലീവേഴ്സ്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ട്രീറ്റ് അസ് ഓൺലി ആസ് വാട്ട് യു കോൾ സൈൻ പോസ്റ്റ്സ്. വചനത്തിലേക്ക് പോകാനുള്ള സൂചകങ്ങളായി മാത്രമേ ശുശ്രൂഷകരെ എടുക്കാവൂ. നിങ്ങൾ തന്നെ ആ പരിജ്ഞാനം കർത്താവിൽ നിന്ന് പ്രാപിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പലരുടെ ആളുകളായിട്ട് മാറും. ഓക്കെ, ഒരു കാരണവശാലും എന്നെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. ഞാൻ തന്നെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം, ഞാനായിട്ട്
ഫേസ്ബുക്കിൽ പോലും എൻ്റെ ഒരു പ്രസംഗം പോസ്റ്റ് ചെയ്യാറില്ല. എൻ്റെ പ്രസംഗം ഒന്ന് കേട്ട് നോക്കുന്ന ഞാൻ ഇന്നേ വരെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഒന്ന് ഒരു കൗൺസിലിംഗ് സിറ്റുവേഷൻ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഫൗണ്ടേഷൻസ് ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ എനിക്ക് പറയാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, വളരെ അപൂർവമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. നോ നീഡ് ടു പ്രൊമോട്ട് എനി പേഴ്സൺ. ഞാൻ പറയുന്നത് ഗോ ടു ദ ബൈബിൾ, ബി ബേസ്ഡ് ഓൺ ദ റൈറ്റ് ഡോക്ട്രിൻസ്. ഞാൻ ഇന്നലെ ആ പാട്ട് പാടിയപ്പോൾ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ എന്നുള്ള പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അത് ധ്യാനിച്ച് പാടിയത്. ഞാൻ ആലോചിക്കരുത് എന്താ നമ്മൾ ധ്യാനിക്കാതെ ഇത്ര നാളത് പാടിക്കൊണ്ടിരുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യം, അതായത് മോശവത്സലം ശാസ്ത്രികൾ ഒരു LMSലെ ഉപദേശിയായിരുന്നു, ഭയങ്കര സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്നു. ഇതൊരു മിഷണറിയുടെ കൂടെ, ജോൺ നോക്സ് എന്ന് മറ്റേ പേരുള്ള ഒരു മിഷണറിയുടെ കൂടെ ജീവിച്ച ആളാണ്. അദ്ദേഹമാണ് വത്സലം എന്നുള്ള പേരിട്ടത്, സ്നേഹത്തെ കുറിക്കാൻ വേണ്ടി. പുള്ളി ഒരു സംഗീതജ്ഞനും ഭയങ്കര മിടുക്കനായ ഒരു സംസ്കൃത പണ്ഡിതനൊക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി ഒരു LMS ഉപദേശിയായിരുന്നു. തെരുവുകൾ തോറും ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്ന ഒരാളും കൂടി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അങ്ങനെ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. ഐ നോട്ട് വെരി സർട്ടൻ. 1916 പുള്ളി മരിച്ചുപോയി. 1916 മരിച്ചുപോയ ഒരാളാണ്. അതായത് ഇന്നത്തേക്ക് 108 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാൾ എഴുതിയ പാട്ടാണത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, എന്നെ തകർത്ത് കളഞ്ഞത്. കാരണം ഞാൻ ഈ പ്രസംഗിക്കുന്ന മുഴുവൻ പ്രസംഗവും ആ ഒരു പാട്ടിനകത്ത് ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. പരമനീതിയും ദുരിതത്താൽ എന്നെ അരിയാൻ നിന്നൊരു നേരം. ഇപ്പൊ പരമനീതിയുടെ ദുരിതം എന്താണ്? പരമനീതിയും ദുരിതത്താൽ. ഇപ്പൊ പരമനീതി ക്രിസ്തുവിന്റെ നീതിയാണ്. ആ ക്രിസ്തുവിന്റെ നീതി വെളിപ്പെട്ട് വരുമ്പോൾ, ശരിക്കും പറഞ്ഞ് നമ്മൾ ദുരിതത്തിലായെന്നാണ് ആ വാക്യം പറയുന്നത്. ഓക്കെ, കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ദുരിതത്തിലായി. പരമനീതിയും ദുരിതത്താൽ എന്നെ അരിഞ്ഞ് നരകത്തിലിടുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാന്ന് എനിക്ക് മനസ്സിലായത് ഈ പരമനീതിയുടെ റെവലേഷൻ കിട്ടിയപ്പോഴാണ്. ഇത് തന്നെയല്ല ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ പുതുതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ഇസ് നോ ഫിലോസഫി. ചേസിന്റെ ഒരു ഫിലോസഫി ഇതിനകത്തില്ല. ദിസ് ഈസ് ദ ഡോക്ട്രിൻ ദാറ്റ് ഈവൻ മലയാളീസ് ബിലീവ്ഡ് 200 years ബാക്ക്. എന്നിട്ട് അതിനകത്ത് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ആ വാക്യം ഞാനൊന്ന് എടുക്കട്ടെ. അതിന് വളരെ എന്താ ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു അനുഭവമായിരുന്നു ഇന്നലെ അതെനിക്ക്. അന്നത്തെ കാലത്തെ പാട്ടുകളിലുള്ള ആ റെവലേഷൻ. ഓക്കെ, പരമൻ നീ അതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. അതായത് ഈ പരമനീതിയുടെ ഒബീഡിയൻസിലാണ് കർത്താവ് മരിക്കുന്നത്. അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പരമൻ നീ അതാൽ അരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. ദാറ്റ് മീൻസ് യു ഓൺലി ഫുൾഫിൽഡ് ഇറ്റ്. ഞങ്ങൾ ദുരിതത്തിൽ അരിയപ്പെട്ടേനെ, പക്ഷെ നീ അത് അനുസരണത്താൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി നീ ഇറങ്ങി വന്നു. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ 5-ാം വാക്യത്തിൽ പറയും. 5-ാമത്തെ സ്റ്റാൻസ് ഇതാണ്: ദൈവകോപത്തിൻ ദർശനം വിട്ട്. ആ ദർശനം എനിക്ക് വേണ്ട, ദൈവകോപത്തിന്റെ മുഖം എനിക്ക് കാണണ്ട. വിട്ട് പാപിയായ ഞാൻ ഒളിക്കാൻ സർവ്വലോകത്തിൻ നായക നിന്റെ വിലാവ് വിണ്ടല്ലോ, നിന്റെ ശരീരം തകർക്കപ്പെട്ടല്ലോ. സോ പവർഫുൾ ലിറിക്സ്, ഉപദേശം. ഇത് ഇന്ന് ഒരു സഭയിലും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. ഹൗ സാഡ്. ഇത് ഞാൻ പറയുമ്പോൾ ചേസ് ബ്രദർ പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചേസിന്റെ ഫിലോസഫി ആണോ? നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് എ പേഴ്സൺ, ഇറ്റ്സ് അബൌട്ട് ദ ബൈബിൾ, വാട്ട് ദ ബൈബിൾ ടീച്ചസ്. ദൈവത്തിന്റെ നീതി എന്താണ് മനുഷ്യരിൽ ചെയ്തതെന്നാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. എന്നിട്ട് 7-ാം വാക്യത്തിൽ അവസാനത്തെ സ്റ്റാൻസിൽ പറയാണ്: അരിഷ്ട പാപി നിൻ തിരുപുണ്യങ്ങളിൽ ശരണം വെച്ചു വന്നയ്യോ. ഞങ്ങള് അരിഷ്ടനായ പാപിയായ ഞാൻ എൻ്റെ ഒന്നിലും പുകഴാനില്ലാത്തതുകൊണ്ട് നിന്റെ തിരുപുണ്യങ്ങളിൽ ശരണം വെച്ചു വന്നയ്യോ. തിരുപ്രതിമയാക്ക് അടിമയെ കൃപ നിറഞ്ഞ കർത്താവേ. കൃപ നിറഞ്ഞ കർത്താവേ, എന്നെ നിന്റെ പ്രതിമയാക്ക് ഈ അടിമയെ. വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്.
എത്ര ക്ലിയർ റെവലേഷൻ! ഇത് ഞാൻ പറയുന്നത് നമ്മളൊരു 100-150 വർഷത്തേക്ക് പുറകോട്ട് പോകും, അത്രേ ഉള്ളൂ. വേറൊന്നും ചെയ്യാനില്ല. ലിസൺ ടു ദ ഒറിജിനൽ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ പ്രീച്ച്ഡ് ഇൻ ഓൾ ദീസ് ചർച്ചസ്. നമ്മളതെല്ലാം വിട്ടുപോയിട്ട് ഇത് ചേസിൻ്റെ ഉപദേശം പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്കിത് കേട്ട ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് എ വിറ്റ്നസ് ഓഫ് വാട്ട് വി ആർ ഓൾവേസ് ടീച്ചിങ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോളോയിങ് എ പേഴ്സൺ, പോൾ ഓർ അപ്പല്ലോസ്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും കൊണ്ടും യാതൊന്നും നമ്മൾ നേടുന്നില്ല എന്നുള്ളതാണ്. വി നീഡ് ടു ഫോളോ ദ ഡോക്ട്രിൻസ്. ഓക്കെ, അതിനുശേഷമാണ് ഈ ജ്ഞാനം പോലും ക്രിസ്തുവാണ് എന്നുള്ള ആ റെവലേഷനിലേക്ക് പൗലോസ് വരുന്നത്. ജ്ഞാനം പോലും ക്രിസ്തുവാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ബിക്കോസ് ഗോഡ് കുഡ് നോട്ട് ടോളറേറ്റ് ഹ്യൂമൻ ബോസ്റ്റിംഗ്. ഒന്നുമില്ലാത്ത മനുഷ്യൻ നിന്ന് അഹങ്കാരം പറയുന്നത് കാണും ദൈവത്തിന് താങ്ങാൻ പറ്റുന്നില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഓക്കെ, എന്നിട്ട് പറയാൻ അവസാനം, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദിസ് ഇസ് റിയൽ റിപ്പൻറ്റൻസ്. ഒരു യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും പ്രശംസിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കത്തില്ല. കാരണം അത്ര മാത്രമാണ് ഈ വചനത്തിൻ്റെ ആ ഒരു വെളിപ്പാട് നമ്മെ തകർത്ത് കളയുന്നത്. പരമനീതിയും ദുരിതത്താൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. തുടക്കം അതിങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ. ഈ വചനത്തിൻ്റെ വൈഭവം പോലും ഇല്ലാതെയാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഈ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മോനെ എന്നോട് സംസാരിക്കേണ്ടതായി. അദ്ദേഹം വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിൻ്റെ ടെക്നിക്കുകളെ കുറിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു സാക്ഷ്യമായിട്ട് ഒന്ന് പറയാൻ. കാരണം ആൾക്കാരൊന്ന് മനസ്സിലാക്കുന്നുണ്ട് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്. അവർ കുറേ വാക്കുകൾ ഇങ്ങനെ കാണാതെ പഠിച്ച പ്രാസത്തിൽ പറയും. അതെനിക്ക് പറയാൻ പറ്റത്തില്ല. അത് കേൾക്കുമ്പോഴേക്കും ഇവിടെ ഭയങ്കര വർഷിപ്പായിരിക്കും എന്നാണ് പറയുന്നത് ഫ്രണ്ടിരിക്കുന്നത്. ഇത് കാണാതെ പിടിച്ച് പറയുന്നത് ഇതൊക്കെ ഒരു ടെക്നിക്കലുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ പറയണം, ഏതെല്ലാം താളം, ഏതെല്ലാം ടോൺ, എവിടെയെല്ലാം വരണം, ഇതെല്ലാം അവരൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ലൊരു പഠിച്ചിട്ടുണ്ട് അവർ. ഹൗ ടു ഡ്രൈവ് പീപ്പിൾ ഇൻ ടു ഫ്രെൻസി. അപ്പോൾ ഈ ഒരു വൈഭവം, വചനത്തിൻ്റെ വൈഭവം എന്ന് പറയുന്നത്, വചനം നല്ല പോലെ അറിയാവുന്ന ഒരാളായിട്ടല്ല പൗലോസ് വന്നു. പൗലോസിന് എല്ലാം അറിയാമായിരുന്നു. ബട്ട് ഹി വാണ്ടഡ് ടു പ്രസന്റ് ഓൺലി ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് വചനത്തിൻ്റെ വൈഭവമുള്ള ഒരാളെ പോലെ അല്ല വന്നു. ഇപ്പോൾ പലപ്പോഴും ഈ പഴയ നിയമത്തിൽ നിന്നൊക്കെ പ്രസംഗിക്കുമ്പം ചില ആൾക്കാർ മക്കൾക്ക് പേരിടും. പേര് കേട്ട് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടി ഈ പേര്? അത് ബൈബിളിലുണ്ട് പാസ്റ്റർ. എവിടെയുണ്ട്? അതെവിടെ ഉണ്ട്? അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നല്ല പിടിയാണ് ബൈബിളിൽ എവിടെയുണ്ട്, എന്തുണ്ട്, പേരെങ്ങനെയുണ്ട്, എത്ര വാക്യമുണ്ട്, എത്ര അധ്യായമുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട്. കുറേ വാക്യങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. നല്ല വൈഭവമാണ്. ചില ആൾക്കാർ പ്രസംഗിക്കും കാണാതെ പറയുന്നതിന് ഭയങ്കര ത്രില്ലാണ്. സോ പീപ്പിൾ ഓൾവേസ് ഫോളോ സച്ച് പീപ്പിൾ. അതാണ് വൈഭവം. ഈ വൈഭവം ഒന്നുമില്ലാതെ പൗലോസ് വന്നു. വചനത്തിൻ്റെ വൈഭവം പോലും ഇല്ലാതെ, വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. വേറൊന്നും എനിക്ക് അറിയണ്ട എന്ന് ഞാൻ നിർണയിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളായിട്ടല്ല നമ്മൾ വരുന്നത്. ഒന്നും അറിയാൻ വയ്യാത്ത ആളായിട്ടാണ്. കാരണം ദർ ഇസ് നോ ഹ്യൂമൻ ബോസ്റ്റിംഗ്. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇടയിലിരുന്നു. എന്തിനാ? കാരണം ക്രിസ്തുവിനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉയർത്തി പോകുമോ? നിങ്ങൾ ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അയാൾ കൊള്ളാലോ, ആള് എന്തൊരു വിവരമാണെന്ന് പറഞ്ഞെങ്ങാനും പോകുമോ? ദൈവത്തിന്റെ ജ്ഞാനത്തിന് പകരം മനുഷ്യനെ ഉയർത്തുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ പ്രശംസ ആഘോഷിക്കപ്പെടുമോ എന്ന് പൗലോസ് ഭയപ്പെട്ടാണ് ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ വൈഭവം വരുമ്പം വേണ്ടാന്ന് വെക്കും. ബിക്കോസ് അത് പ്രശംസ ഉണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ജ്ഞാനം അന്വേഷിച്ച ആൾക്കാർ പോകുന്നു. ഒരു മനുഷ്യൻ ഒരു ദിവസം ഇമെയിലൊരു ലെറ്റർ എഴുതി, ഒത്തിരി പേർക്ക്, എനിക്കും കിട്ടിയ എൻ്റെ ഒരു കോപ്പി. നിങ്ങളിത് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ,
ഇത് ഇയാളാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവും. പല ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇത് ആരാന്ന്. എനിക്ക് കുറച്ച് പുതിയ ജോക്സ് വേണം, ആണ് പുള്ളിയുടെ ലെറ്റർ എഴുതിയിരിക്കുന്നത്. പ്രസംഗിക്കുമ്പോൾ പറയാനുള്ള ജോക്സ് എല്ലാം പറഞ്ഞു തീർന്നു പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കാനുള്ള ജോക്കുകൾ അറിയാമെങ്കിൽ എനിക്ക് അയച്ചു തരിക. എങ്ങനെയുണ്ട്? എനിക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും ആളാരാന്ന്. വൈഭവം ഉണ്ടാക്കുകയാണ്. ചിലർ സാഹിത്യ ഭാഷ അങ്ങ് ഉപയോഗിക്കും. കോൺവെർസേഷണൽ ഭാഷയ്ക്ക് പകരം സാഹിത്യ ഭാഷ എടുത്തുകൊണ്ടിരും. എന്താ അഖിലാണ്ട മണ്ഡലം എന്നൊക്കെ പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഭവം കാണിക്കാൻ വേണ്ടിയാണ്. പ്രാസ ഒപ്പിച്ച് ഇതൊന്നുമില്ലാതെ ഇതിങ്ങനെയൊക്കെ വന്നു പോകുമോ? ഞാനൊരു പണ്ഡിതനായി അറിയപ്പെടുമോ? അതോ ക്രിസ്തുവിന്റെ സാക്ഷി മാത്രമായിരിക്കുമോ എന്ന് ഭയത്തോടും വിറയലോടും കൂടെ പൗലോസ് നിന്നു എന്നാണ് പറയുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഭയം ആവശ്യമായിരുന്നു. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ബലഹീനതയും ഭയവും നടുക്കവും ആവശ്യമായിരുന്നു. ഇന്ന് മനുഷ്യരുടെ ആഘോഷമാണ്, ഹ്യൂമൻ ടാലന്റുകളുടെ ആഘോഷം. ടാലന്റഡ് പീപ്പിൾ, ദേ കം ആൻഡ് പെർഫോം എന്നിട്ട് പറയണം എന്തു നല്ലതാണ്. ദേ ആർ അഡ്വർടൈസിങ് ദംസെൽസ്. അവരെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തോളും. ഇപ്പം ഞാൻ ഒരു കാരണവശാലും ആഗ്രഹിച്ചില്ല, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇങ്ങനെ ഇത്രയും പേര് ഇവിടെ വചനം കേൾക്കാൻ വരുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനെപ്പോഴും വിചാരിച്ച 4-5 പേര് ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി എറണാകുളത്ത് തുടങ്ങുക. കർത്താവ് ആരെയൊക്കെ കേൾപ്പിക്കണം അവരെയൊക്കെ കേൾപ്പിക്കുക. ഞാൻ ഓങ്കോട് ചെന്നപ്പോൾ എൻ്റെ മനസ്സിലിതായിരുന്നു, ഇവിടുന്ന് മരിക്കുകയോ റിട്ടയർ ചെയ്തോ പോകുന്നതിന് മുമ്പ് ഒരു 5 ശിഷ്യന്മാരെങ്കിലും കർത്താവിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകും എന്ന് ഞാൻ പറയുമായിരുന്നു, ചിന്തിക്കുമായിരുന്നു. എറണാകുളത്ത് നിന്നപ്പോൾ അങ്ങനെ തന്നെ ചിന്തിച്ചത്. പക്ഷേ ഇത് ഇത്രയും യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇത്രയും വൈറലാവും നമുക്കറിയില്ല. ഐ ഡിഡ് നോട്ട് പ്രൊമോട്ട് അറ്റ് ഓൾ. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞ വേണ്ടെന്നാണ്. കാരണം എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ഇപ്പോഴും പേടിയാണ് ഈ റെക്കോർഡിങ്ങിന് മുമ്പിൽ. ദൈവമാണ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ഈ മനുഷ്യരുടെ പ്രയത്നങ്ങളെല്ലാം വെറുതെ ആയി പോകത്തേ ഉള്ളൂ. ഓക്കെ, അതെന്തിനാണ് ഇങ്ങനെ ഭയത്തോടും നടുക്കത്തോടും കൂടി ഇരുന്നെന്നറിയാം? നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ഇന്നലെ സിബി സംസാരിക്കുമ്പം, ഇന്നലത്തെ പ്രസംഗം നിങ്ങളെല്ലാവരും കേൾക്കുന്നത് നല്ലതാണ്. നല്ല രസകരമായ ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത്. സിബി പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാത്തിനെക്കുറിച്ചും കുറേ ജ്ഞാനമുണ്ടാക്കുക, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനുള്ള തെളിവുകൾ സംഘടിപ്പിക്കുക, അത് ബുദ്ധിയോടെ അവതരിപ്പിക്കുക, അപ്പോൾ ആൾക്കാരെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനെ ആൾക്കാരെ മാറ്റാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നതെന്ന് ഇന്നലെ പറയാനിടയായി. ജ്ഞാനത്തോടെ സംസാരിക്കുക, അപ്പോൾ ആൾക്കാർക്ക് ഇമ്പ്രസ്ഡ് ആവും. എന്തൊരു വിവരം അയാൾക്കെന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിപ്പിക്കുക, അട്രാക്ട് ചെയ്യുക. ഇവിടെ പൗലോസ് നേരെ തിരിച്ചാ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനം ഒരിക്കലും ആധാരമാകരുത്. ഇപ്പോൾ പൗലോസ് പറഞ്ഞതിൻ്റെ സ്റ്റൈല് കാരണം വിശ്വസിക്കരുത്, അങ്ങനെ വരരുത്. പിന്നെ എന്തായിരിക്കണം? ദൈവത്തിൻ്റെ ശക്തി തന്നെ ആ വിശ്വാസത്തെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കണം. എത്ര മനോഹരമാണ്! അതായത് ഒരു പ്രസംഗകന്റെ ഹൃദയം ഇങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനം, ഓക്കെ, അല്ലാതെ മനുഷ്യരുടെ ജ്ഞാനത്താൽ ഒരാളും വശീകരിക്കപ്പെടാൻ ഇടയാകരുത്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ. അതായത് ഈ വിശ്വാസവും ദൈവശക്തിയുമായിട്ട് ബന്ധിപ്പിച്ച് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തി, യഹൂദനെയും യവനനെയും രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തി. യഹൂദനെയും യവനനെയും രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷത്തിൽ വെളിപ്പെട്ടു വരുന്നത്. അടുത്ത വാക്യം, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. ഇപ്പം ഉദാഹരണത്തിന്, ഇപ്പം സ്ക്രീനിലുള്ള 2-3 പേരുടെ എക്സാമ്പിൾ ഞാൻ എടുക്കാം. അതായത് ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ പി സി വർഗീസ് അങ്കിൾ അല്ലെങ്കിൽ സ്റ്റീഫൻ അങ്കിൾ, ആരെങ്കിലും, ഞങ്ങൾ 3 പേര് പ്രസംഗിക്കുന്നു വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, പുള്ളിയുടെ പ്രസംഗം കൊള്ളാം, ഇങ്ങേരുടെ കൊള്ളുകയില്ല, കുറച്ചുകൂടെ നല്ലൊരു അയാളുടെ പ്രസംഗം. ഇതൊന്നും കാര്യമില്ല. കാര്യം ആ പറഞ്ഞ വചനം എന്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വചനം ഒന്നേ ഉള്ളൂ. അത് ഒരാളുടെ ജ്ഞാനത്തിൻ്റെ വൈഭവമല്ല, ആത്മാവിൻ്റെ ശക്തിയാണ്. ഈ ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ആളുകളുടെ സ്വന്തം ആവുകയില്ല, നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായിരിക്കുള്ളൂ. എന്ന് വിചാരിച്ച് വചനം കേൾക്കേണ്ടെന്നല്ല, വചനം പറയുന്നവരെ ബഹുമാനിക്കേണ്ടെന്നല്ല. പക്ഷേ അത് നമ്മുടെ വിശ്വാസത്തിന് ആധാരമാകുന്ന അവർ പറഞ്ഞ വാക്കുകളല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ പഠിക്കുന്നതും അവർ പറയുന്നതല്ല, വചനത്തിലേക്ക് അവർ വിരൽ ചൂണ്ടുമ്പോൾ ആ വചനത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല,
ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. ഞാനത് ഇത്തിരി ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ഈ പ്രസംഗം, സുവിശേഷ പ്രസംഗം എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്ത് ജ്ഞാനം? ജ്ഞാനം ഇല്ലാത്തൊരു കാര്യമല്ല. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഇത് ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായി ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. അപ്പൊ ലോകത്തിൻ്റെതല്ലാത്തൊരു ജ്ഞാനം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് മനുഷ്യർക്ക് ഭോഷത്വമായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്നിട്ടാ ഇനിയാണ് ഇത്ര ഇൻട്രഡക്ഷൻ പറഞ്ഞ ശേഷമാണ് ഈ സുവിശേഷം എന്താണ് എന്ന് പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പൊ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാരെ വിട്ടിരിക്കുന്നത്. അത് എന്നൊട്ട് മറഞ്ഞിരിക്കുന്നതാണ്? സൃഷ്ടി മുതൽ മറഞ്ഞിരിക്കുന്നതാണ്. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ ദൈവം നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും എന്നാൽ ഇതുവരെയും മറഞ്ഞിരുന്നതുമായ, അതായത് പൂർവ്വപിതാക്കന്മാർക്ക് ഒന്നും പിടികിട്ടാതിരുന്നതുമായ, അവർക്ക് ആർക്കും പൊരുൾ മനസ്സിലാക്കാൻ പറ്റാതിരുന്നതുമായ ഒരു രഹസ്യം അനാവരണം ചെയ്യുവാനാണ് ദൈവം ഞങ്ങളെ വിട്ടിരിക്കുന്നത്. ഒരു മർമ്മം, ഒരു സീക്രട്ട്, ഇതുവരെ മറഞ്ഞിരുന്നത്. ഓക്കെ, ഒരു 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 ആഴമുള്ള അർത്ഥമുള്ള ഒരു കാര്യം, മറഞ്ഞിരുന്ന ഒരു കാര്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ഞങ്ങളെ വിട്ടിരുന്നത്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ തേജസ്സിനായി മുൻനിയമിക്കപ്പെട്ടതും മറഞ്ഞിരുന്നതുമാണ്. അപ്പോൾ ഇത് മറഞ്ഞിരുന്നു, ലോകത്തിന് മറഞ്ഞിരുന്നു, എല്ലാവർക്കും മറഞ്ഞിരുന്നു. അപ്പോസ്തലന്മാരിലൂടെയാണ് ഇത് വെളിയിലേക്ക്, ഈ ജ്ഞാനത്തിന്റെ വചനങ്ങൾ വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ എത്ര പ്രധാനമാണ്. അത് മറഞ്ഞു കിടന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം ഇവരെ നിയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത്, ഈ ദൈവത്തിന്റെ ജ്ഞാനം ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയായിരുന്നു. ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാവുന്ന ഒരു വാക്ക് തേജസ് ആണ്. 7ഉം 8ഉം വാക്യങ്ങൾ. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും. ആ തേജസ് എന്നുള്ള വാക്ക് 8ാം വാക്യത്തിൽ പറയുന്നത്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പൊ നമുക്ക് തേജസ് ലഭിക്കാൻ വേണ്ടി മുൻ നിയമിച്ചിരുന്ന ആരെയാണ്? ക്രിസ്തുവിനെയാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ തേജസ്സാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ്. അതായത് അതിനായി മുൻനിയമിക്കപ്പെട്ട ഒരു മർമ്മമാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകം അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ തേജസ് നമുക്ക് തരാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നതെന്ന് ഈ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഈ തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതൊരു മർമ്മമായി മറഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിയാതിരുന്ന ദൈവത്തിന്റെ തേജസ്, ആ തേജസ്സിന്റെ മർമ്മം, അത് നമുക്ക് തരാൻ വേണ്ടി മുൻനിയമിക്കപ്പെട്ടിരുന്നതായിരുന്നു. ഈ മുൻനിയമിക്കപ്പെട്ടിരുന്ന തേജസ് ക്രിസ്തുവിനോട് വെളിപ്പെടുകയും നമുക്ക് ലഭിക്കുകയും ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള തേജസ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവനെ പോലെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. തേജസ് നമുക്ക് അവകാശമാക്കി വെച്ചു എന്നുള്ളതാണ്. തേജസ്സിന്റെ പ്രത്യാശയിൽ നാം, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു. മഹത്വത്തിന്റെ അല്ലെങ്കിൽ തേജസ്സിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഹോപ്പ് ഓഫ് ഗ്ലോറി, ഗ്ലോറിയാണ് തേജസ്, മഹത്വം എന്ന് വേണേൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു തേജസ്സിന്റെ ക്രിസ്തുവിനെ ഈ വളരെ ദരിദ്രനും ബലഹീനനുമായ ഒരു മനുഷ്യനായിട്ടാണ് ഈ പ്രഭുക്കന്മാർ കാണുന്നത്. അവർക്കതിൽ അന്തർലീനമായിരിക്കുന്ന മർമ്മം എന്ന തേജസ് അവർക്ക് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലായിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ ഒരിക്കലും ക്രൂശിക്കുകയില്ലായിരുന്നു. അടുത്ത വാക്യം കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. എന്താണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, കേട്ടിട്ടില്ല ഇത് ഒരുക്കിയിട്ടുള്ളത്? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇപ്പൊ പലരും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന, തട്ടിവിടുന്ന ഡയലോഗ് നീളത്തില്, എന്താണ്? ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി. അത് വൈബ്രേഷനോട് പറയുമ്പോൾ ഭയങ്കര എഫക്റ്റ് അതിന്. ഒരുക്കിയിട്ടുള്ളൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല. നല്ല ജോലി കിട്ടുന്ന, നല്ല വണ്ടി കിട്ടുന്ന, നല്ല വീട് കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു പറയുന്നത്.
ഇതൊരു കണ്ണും കണ്ടിട്ടില്ല അത്രേ. എനിക്കതാ മനസ്സിലായത്. ഈ കാറ് ഒരെണ്ണം പുതു കിട്ടിയത് ആരും കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത സാധനമാണ് ഇതൊക്കെ. തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല. അവസാനം ചെന്ന് നോക്കുമ്പോൾ എന്താ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു കാർ, ഒരു വീട്. ഇതാരും കണ്ടിട്ടില്ലേ? ഇത് ഉണ്ടാക്കിയവരാദ്യം കണ്ടിട്ടല്ലേ നമുക്ക് തരുന്നത്. ഇതൊക്കെ എങ്ങനെ പറയുന്നല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലില്ല. അപ്പൊ നമുക്കത് അങ്ങനെ കിട്ടണമെങ്കിൽ ക്രിസ്തു എന്ന മർമ്മമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ പോലും തോന്നാത്തത്? യേശു ക്രിസ്തു എന്ന മർമ്മം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പാപികളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ടെക്നിക്ക് ഇത് ലോകത്തിൽ ഒരു ജ്ഞാനിക്കും അറിയത്തില്ല, ലോകത്തിൽ മതത്തിനും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. അതെങ്ങാനും വെളിപ്പെട്ടാൽ അവർ ക്രിസ്തുവിൽ വരും. അതായത് പാപിയെ രക്ഷിക്കുന്ന എങ്ങനെ, ഏറ്റവും വലിയ പാപിയെ രക്ഷിക്കുന്ന എങ്ങനെ, അതൊരു മതത്തിനും അറിയത്തില്ല. മനുഷ്യന്റെ ഫിലോസഫിക്കകത്തത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ അവൻ കർത്താവിലേക്ക് വരാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാപിയെ രക്ഷിക്കുന്ന സുവിശേഷം എന്നത് മറ്റെല്ലാവർക്കും മറിഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ്. അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അപ്പോസ്തലന്മാർ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത്. കാരണം ദർ ഇസ് നത്തിങ് ദാറ്റ്സ് കമ്പയറബിൾ ടു ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഈ ഫെയ്ത്തിനോട്, ഈ ഉപദേശത്തോടും താരതമ്യപ്പെടുത്താൻ കൊള്ളാവുന്ന ഒന്നും ഈ ലോകത്തില്ല. ഓക്കെ, ഇനി അടുത്ത വാക്യം പറയാണ്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ജ്ഞാനത്തെ, മർമ്മത്തെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ആത്മാവ് ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആദ്യം വെളിപ്പെടുന്നത് ഈ തേജസ്സിന്റെ ക്രിസ്തുവിനെയാണ്. ദ ഹോളി സ്പിരിറ്റ് റിവീൽസ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. ഇത് വെളിപ്പെടാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ഇപ്പോഴും ലോകത്തിന്റെ ഗ്ലോറി നോക്കി പോകുന്നത്. കാരണം അവർക്ക് തേജസ്സിന്റെ, ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ആ വെളിപ്പാടില്ല, ആത്മാവ് സംസാരിക്കുന്നില്ല. ഓക്കെ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ ഈ തേജസ്സിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. അപ്പൊ ഇതെല്ലാം ഈ ശരിക്കും സുവിശേഷം മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണ് തുറക്കപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയും ചെയ്യാതെ സാധിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവാണ് ഒന്നാമത്തെ പ്രവൃത്തി. പാഴും ശൂന്യവുമായ ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചതുപോലെ നമ്മൾ പാഴും ശൂന്യവുമായി കിടക്കുമ്പോൾ, ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് വചനം നമുക്ക് മനസ്സിലായത്, ആ മർമ്മം നമുക്ക് വെളിപ്പെട്ടത്. ആ മർമ്മം വെളിപ്പെടുത്താൻ ആത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. പല ആൾക്കാരും വിചാരിക്കുന്നത്, നിങ്ങളൊരു തീരുമാനം എടുക്കും ബ്രദറെ. ആത്മാവ് ബോധ്യപ്പെടുത്താതെ എങ്ങനെ തീരുമാനം എടുക്കും? ഈ മർമ്മം വെളിപ്പെടണ്ടേ? മർമ്മം ആത്മാവിലല്ലാതെ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അവരുടെ ബുദ്ധിയിൽ മനസ്സിലാകുന്നില്ലല്ലോ. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അവരുടെ ബുദ്ധിയിൽ മനസ്സിലാകാത്ത ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ഒരാളെ സ്വാധീനിച്ചും അറിവ് കൊടുത്തും മനസ്സിലാക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ഈ മർമ്മം വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ വെച്ച് നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് ഒരൊറ്റ കാര്യം പറയാൻ പറ്റും, കർത്താവേ എനിക്കിത് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന് എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. അതിന് കൂടുതലായിട്ടുള്ള ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനില്ല. ഓക്കെ, ഈ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്ന ആത്മാവാണ്. നമ്മുടെ ദൈവത്തിന്റെ പരിജ്ഞാനത്തെ വെളിപ്പെടുത്തിരുന്ന ഈ ആത്മാവ് തന്നെയാണ്. സോ ദൈവത്തിന്റെ ആത്മാവാണ് ഏറ്റവും നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ആത്മാവിന്റെ അധിവാസമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരു കരിസ്മാറ്റിക് എക്സ്പീരിയൻസോട്ട് നയിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ദാറ്റ്സ് എ സെക്കൻഡറി തിങ്. പ്രൈമറിലി ഈ ആത്മാവ് നമുക്ക് തേജസ്സിന്റെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. അവനെ ക്രൂശിച്ച ജനത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്നതാണ്. അവനെ ക്രൂശിച്ച ജനത്തിന് ഇത് വെളിപ്പെട്ടില്ലായിരുന്നു, എന്നാൽ അവനെ സ്നേഹിക്കുന്ന ജനത്തിന് അത് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്താതെ ഇത് മനസ്സിലാക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. പ്രഭുക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ജ്ഞാനികൾക്കും ഒന്നും ഇത് അപഗ്രഥിച്ചെടുക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ഇത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നും ജ്ഞാനം തിരയുന്ന അനേകം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. ജ്ഞാനം തിരയുന്നവർ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ തോട്ട്സ്, അവർക്ക് തോട്ട്സ് മതി.
പ്രസംഗം കേട്ട ഉടനെ തോട്ട്സ്. എന്തിനാണെന്നറിയാം? പണ്ട് ആരോ ഒരു 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 മനുഷ്യൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. നമ്മളൊരു പ്രസംഗം കേൾക്കുമ്പം, നിങ്ങളൊരു പ്രസംഗകനാണെങ്കിൽ ഒരാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എത്ര പോയിന്റ് കിട്ടിയെന്നാണ്, അടുത്തൊരു പ്രസംഗം പറയാൻ വേണ്ടി. ടീച്ചറാകുന്നു, ടീച്ചർ പിന്നെ പഠിപ്പിക്കുന്നു, പഠിപ്പിച്ച് പിള്ളേരും പിന്നെ ടീച്ചറാകുന്നു, അവർ പിന്നെ ആൾക്കാരെ പഠിപ്പിക്കുന്നു പറഞ്ഞ പോലെ ഇത് പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, പിന്നെ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു അല്ലാതെ ഇത് ലൈഫായിട്ട് ആത്മാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ജീവൻ്റെ അവസ്ഥയായിട്ട് മാറുന്നത് അപൂർവമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വചനത്തിൻ്റെ കേൾവിയാൽ ഈ വചനം പറയുമ്പോൾ അതിൻ്റെ കൂടെ ആത്മാവുണ്ട്, ആത്മാവിൻ്റെ ശക്തിയോടെയാണ്. അതാണ് പൗലോസ് ആദ്യം പറയുന്നത്, ഞങ്ങൾ വന്ന വൈഭവത്തോടെയല്ല, ശക്തിയോടെയാണ്, ആത്മാവിൻ്റെ ശക്തിയോടെയാണ് പ്രസംഗിച്ചത്. ഈ ആത്മാവിൻ്റെ ശക്തിയോടെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആൾക്കാരെ ജീവിപ്പിക്കാൻ പറ്റുന്ന, വീണ്ടും ജനിപ്പിക്കാൻ പറ്റുന്ന വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എല്ലാ പ്രശംസയും പുകഴ്ചയും കർത്താവിന് ലഭിക്കത്തക്ക രീതിയിൽ, എല്ലാ മഹത്വവും കർത്താവിന് ലഭിക്കത്തക്ക രീതിയിലാണ് രക്ഷ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ഹൃദയം കൊണ്ട് മഹത്വപ്പെടുത്താം. നമ്മുടെ ഒരു പ്രശംസയിലേക്കും പോകാതെ, ഒരു മനുഷ്യനെ നോക്കാതെ, കർത്താവിൻ്റെ വചനത്തിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ തത്വചിന്തയാൽ നമ്മൾ വശീകരിക്കപ്പെടരുത് എന്ന് പൗലോസ് കൃത്യമായി നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളെ ആവശ്യത്തിരിക്കുന്നവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് ഇന്ന് രക്ഷയ്ക്കായി, രക്ഷയുടെ വാഗ്ദത്തങ്ങൾക്കായി, ഞങ്ങൾക്ക് തലമുറകളായി മറഞ്ഞു കിടന്ന മർമ്മം ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നതിനായി, തേജസ്സിൻ്റെ ക്രിസ്തു ഞങ്ങൾക്ക് തേജസ് ഒരുക്കി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ കാഴ്ചയിലേക്ക് ദൈവം ഞങ്ങളെ നയിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശംസയും എടുത്തു കളഞ്ഞ് സകല മഹത്വവും കർത്താവിന് അർപ്പിക്കത്തക്ക രീതിയിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.